പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ പുതുവത്സര ആഘോഷം ഉണ്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ട്രാവൽ പരവും ബിസിനസ് പരമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് ഈ വീഡിയോ വഴി പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ ഈ പരിപാടി നടക്കുന്നത് ഫോർട്ട് കൊച്ചി വെള്ളി ഗ്രൗണ്ടിലാണ്. കൊച്ചിൻ കാർണിവൽ കമ്മിറ്റി നടത്തുന്ന ആഘോഷ പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നത് പരേഡ് ഗ്രൗണ്ടിലാണ്. എന്നാൽ ഈ പ്രാവശ്യം അവര് പപ്പാഞ്ഞിയെ കത്തിക്കുന്നില്ല. എന്നാൽ ഗാലാഡി സംഘാടകര് ഈ പ്രാവശ്യം പപ്പാഞ്ഞിയെ കത്തിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം കോടതിയുടെ വിധി സമ്പാദിച്ചിട്ടാണ് അവർ ഈ പപ്പാഞ്ഞിനെ കത്തിക്കുന്നത്. എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും അവർ കോടതിയെ ബോധ്യപ്പെടുത്തി, എന്നിട്ടാണ് ഇവർക്ക് അനുമതി കിട്ടിയിട്ടുള്ളത്. ഇവിടുത്തെ ഗാലാഡിയുടെ സംഘാടകരെല്ലാം തന്നെ നല്ല ആവേശത്തിലാണ് കേട്ടോ. ഞങ്ങൾ ഈ ഗാലാഡി ഫോർട്ട് കൊച്ചി എന്നുള്ള സംഘടനയുടെ പ്രവർത്തകരാണ്. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ഗ്രൗണ്ടിൽ നമ്മുടെ കൊച്ചിക്കാരുടെ വികാരമായ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ പരിപാടി നടത്തി വരികയാണ്. ഇപ്പോൾ ഞങ്ങളതിൻ്റെ അവസാനഘട്ട വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഈ പപ്പാഞ്ഞി എന്ന് പറയുന്നത് ശരിക്കും സാന്റാക്ലോസ് അല്ല. പോർച്ചുഗീസ് ഭാഷയിൽ വൃദ്ധൻ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. പോർച്ചുഗീസുകാരിൽ നിന്നാണ് നമുക്കിങ്ങനെ പപ്പാഞ്ഞിനെ കത്തിക്കുന്ന ആചാരം നമുക്ക് കിട്ടിയത്. ഈ വൃദ്ധനെ കത്തിക്കുന്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞു പോകുന്ന വർഷത്തെ നൊമ്പരങ്ങളും വേദനകളൊക്കെ കത്തിച്ചു കളയുക എന്നുള്ളതാണ്. അതോടുകൂടി പ്രതീക്ഷയുടെയൊക്കെ ഒരു പുതുവർഷം പിറക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ആശയം. ഈ ഗാലാഡി എന്ന് പറയുന്നത് ഈ പോർച്ചുഗീസ് വാക്ക് തന്നെയാണ്. അത് ഗാലാഡി എന്ന് പറഞ്ഞാൽ ആഘോഷം എന്നാണ് പറയുന്നത്. അപ്പോൾ ആഘോഷങ്ങളിലെ ഫോർട്ട് കൊച്ചി എന്നാണ് ഗാലാഡി ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. ഈ ഒരു വിവരം നിങ്ങൾക്ക് മാത്രം ഇപ്പോൾ തന്നിട്ടുള്ളൂ. ഇതിന്റെ ശില്പി അരുണുണ്ടല്ലോ, കല്യാണമായിട്ടിരിക്കുന്ന ആളാ. അതിന്റെ തിരക്കിന്റെ ഇടയിലാണ് ഇത് വന്നിട്ട് ചെയ്യുന്നത്. ഇവിടെ വെളി ഗ്രൗണ്ടിൽ ആദ്യമായിട്ടാണ് പപ്പാഞ്ഞിനെ കത്തിക്കുന്നതിന് ആദ്യത്തെ ഇത് തന്നെ എനിക്ക് ഒരു ചാൻസ് കിട്ടിയത് വളരെ സന്തോഷം. ഒരു 1.5 മാസത്തോളമായി. പിന്നെ തുണിയാണ്, ഫുള്ള് തുണിയാണ്. പിന്നെ ഉള്ളിൽ കമ്പിയും ഇതൊക്കെ തന്നെയാണ്. ആദ്യം കമ്പിയിൽ ഷേപ്പ് ചെയ്തിട്ട് അതിൽ തുണി പശമുക്കി. ഇവിടെ ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ആണിത്. ലക്ഷങ്ങൾ ചെലവാക്കിയാണ് ഈ ക്രിസ്മസ് ട്രീ അലങ്കരിച്ചേക്കുന്നത്. ഈ ആൾക്കാർ മൊത്തം ഈ ട്രീ കാണാൻ വേണ്ടി വന്നിരിക്കണം. ഫുൾ ലൈറ്റ് ഇട്ട് വരുമ്പോഴേക്കും ഒരു നീല കളറുള്ള ട്രീ ആയിട്ട് മാറും. ന്യൂ ഇയറിനെ ഇത്രയും ആഘോഷമാക്കി മാറ്റുന്ന വേറൊരു നഗരം കേരളത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. ശരിക്കും 7.5 ഏക്കറാണ് ഈ ഗ്രൗണ്ട് വരുന്നത്. ന്യൂ ഇയറിന്റെ അന്ന് രാത്രി ഏകദേശം 2 ലക്ഷത്തിലധികം ആളുകളായിരിക്കും ഈ ഗ്രൗണ്ടിലേക്ക് എത്താം. ന്യൂ ഇയറിന്റെ അന്ന് രാത്രി ലോകത്തിന്റെ തന്നെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഈ ഗ്രൗണ്ടിൽ ഉണ്ടാവും കേട്ടോ. ആയിരത്തി 1985 യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ യൂത്ത് ഇയർ ആയിട്ട് പ്രഖ്യാപിച്ചു. ആ ഗ്ലോബൽ സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഫെസ്റ്റിവൽ ആരംഭിച്ചത്. അന്ന് 3 ചെറുപ്പക്കാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഇന്നിപ്പോൾ ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ ഭാഗമായിട്ട് ഏതാണ്ട് 150ഓളം അണിയറ പ്രവർത്തകരുണ്ട്. അവര് മാത്രമല്ല കേട്ടോ, ഈ കാണുന്ന ജനങ്ങളും മൊത്തം കട്ട സപ്പോർട്ടാണ്. അപ്പൊ നിങ്ങളുടെ വേദനയും സങ്കടവും എല്ലാം ഈ പപ്പാഞ്ഞിയുടെ ഒപ്പം കത്തിത്തീരട്ടെ എന്നും സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഒരു നല്ല പുതുവർഷം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.